ടെക് ഇൻഡസ്ട്രിയിൽ ഇന്ന് വളരെയധികം കേൾക്കുന്ന ഒരു ടേമാണ് വൈബ് കോഡിംഗ്. സോ എന്താണ് വൈബ് കോഡിംഗ്? വൈബ് കോഡിംഗ് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്താണ്? ഇവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് വൈബ് കോഡിംഗ്? മാനുവലി കോഡ് എഴുതുന്നതിന് പകരം AI ടൂൾസ് യൂസ് ചെയ്ത് കോഡ് ജനറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് മെത്തേഡാണ് വൈബ് കോഡിംഗ്. ട്രഡീഷണൽ കോഡിംഗ് മെത്തേഡിൽ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കോഡ് എഴുതുന്നത്. ഓരോ മൊഡ്യൂളും എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ആർക്കിടെക്റ്റ് ചെയ്യുന്നു. ദെൻ ഓരോ ഫങ്ഷണാലിറ്റിയും കെയർഫുള്ളി ലൈൻ ബൈ ലൈനായി കോഡ് എഴുതുന്നു. എന്നാൽ വൈബ് കോഡിങ്ങിൽ ഏതെങ്കിലും ഒരു AI ടൂൾ യൂസ് ചെയ്ത് കോഡ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഒരു കോഡ് യൂസ് ചെയ്ത് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നു. ഇങ്ങനെ കോഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഡിഫറെൻറ്റ് AI ടൂൾസ് അവൈലബിൾ ആണ്. ഇത്തരം ടൂൾസ് യൂസ് ചെയ്ത് കോഡിംഗ് സ്പീഡപ്പ് ചെയ്യുവാനും ഓട്ടോമേറ്റ് ചെയ്യുവാനും സാധിക്കും. ആൻഡ്രേ കാർപാത്തി എന്ന കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ് ആദ്യമായി വൈബ് കോഡിംഗ് എന്നൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു പോസ്റ്റിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാമിംഗ് കോഡ് അഥവാ സ്ക്രിപ്റ്റ് ഫ്രം സ്ക്രാച്ച് എഴുതുന്നതിന് പകരം കഴ്സർ, ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് ഇങ്ങനെയുള്ള AI ടൂൾസ് അഥവാ LLMs യൂസ് ചെയ്ത് കോഡ് ജനറേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇവ യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് പ്രോഗ്രാം എഴുതുവാൻ കഴിയും. ഈ ഒരു റിലാക്സ്ഡ് അപ്രോച്ചിനെയാണ് വൈബ് കോഡിംഗ് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി AI ടൂൾസിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് വളരെ ചില്ലായിട്ട് കോഡ് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി ഒരുപാട് AI ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. ഇവയ്ക്ക് എക്സാമ്പിളാണ് കഴ്സർ, വിൻസർഫ്, റെപ്ലിറ്റ്, ബോൾട്ട്, ഗിറ്റ്ഹബ് കോപ്പൈലറ്റ്, ലവബിൾ. അങ്ങനെ ഒരുപാട് AI ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. നാച്ചുറൽ ലാംഗ്വേജ് യൂസ് ചെയ്ത് ഇവയുമായി ഇൻട്രാക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ഫങ്ഷണാലിറ്റി ഒരു പ്രോംപ്റ്റായി കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് കോഡ് അഥവാ സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇനി ഇവ കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ്, ഇവയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. മീൻസ് വർക്ക് സ്പീഡപ്പ് ചെയ്യുവാൻ സാധിക്കും. ഇഷ്യൂസ് ഓർ ബഗ്സ് ഇവ വരികയാണെങ്കിൽ അത് വീണ്ടും AI ടൂൾസ് അഥവാ LLMsന് കൊടുത്ത് അവ ഫിക്സ് ചെയ്യുവാൻ സാധിക്കും. ടെക്നിക്കൽ നോളജ് ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയ പ്രോഗ്രാമേഴ്സിന് ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കുകയും അതിനൊപ്പം ഇത്തരം AI ടൂൾസ് യൂസ് ചെയ്ത് കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ വലിയ ടാസ്കുകൾ വളരെ കുറച്ച് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കും. ബേസിക്കലി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സപ്ലിമെൻറ്റ് ടു ദി എക്സിസ്റ്റിംഗ് പ്രോഗ്രാമേഴ്സ്. സോ ഇത്തരം AI ടൂൾസ് യൂസ് ചെയ്ത് ഹെവി ടാസ്കുകൾ വളരെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇനി വൈബ് കോഡിങ്ങിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വൈബ് കോഡിംഗ് ഈസ് നോട്ട് ഗുഡ് ഫോർ ബിഗിനേഴ്സ്. പ്രോഗ്രാമിങ്ങിൽ ബിഗിനേഴ്സായ അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് ഇല്ലാത്തവർ ഇത് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അത് ഫ്യൂച്ചറിൽ ഒരുപാട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ബിക്കോസ് ദേ ഡോണ്ട് നോ അബൌട്ട് ദി കോഡ് ദാറ്റ് ദേ ജനറേറ്റഡ് യൂസിങ് AI. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിലൊരു ഇൻ്റർമീഡിയറ്റ് ലെവലിലെങ്കിലും നോളജ് ഉണ്ടാക്കുക. അതിനുശേഷം ഇത്തരം AI ടൂൾസ് യൂസ് ചെയ്യുക. സെക്യൂരിറ്റി റിസ്ക്. AI യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന കോഡിന് ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാകുവാൻ പോസിബിലിറ്റി ഉണ്ട്. പ്രോഗ്രാമിങ്ങിലെ ബെസ്റ്റ് പ്രാക്ടീസസ് ഫോളോ ചെയ്യാത്ത കോഡായിരിക്കും ഇത്തരം AI ജനറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കോഡ് യൂസ് ചെയ്യുമ്പോൾ ഡേറ്റ ബ്രീച്ചസ് ആൻഡ് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാകുവാൻ പോസിബിലിറ്റി ഉണ്ട്. അൺമെയിൻറ്റൈനബിൾ കോഡ് ബേസ്. AI ജനറേറ്റ് ചെയ്യുന്ന കോഡിൻ്റെ ഫ്ലോ മനസ്സിലാക്കാതെ യൂസ് ചെയ്യുമ്പോൾ പിന്നീട് അത് ഡീബഗ് ചെയ്യുവാനും അപ്ഡേറ്റ് ചെയ്യുവാനും മെയിൻറ്റെയിൻ ചെയ്യുവാനും വളരെ പ്രയാസമായിരിക്കും. പൊട്ടൻഷ്യൽ ഫോർ എറേഴ്സ്. AI ജനറേറ്റഡ് കോഡിൽ കോംപ്ലക്സ് ലോജിക്സ് കറക്റ്റായി ഹാൻഡിൽ ചെയ്തിരിക്കില്ല. അതുപോലെ തന്നെ എഡ്ജ് കേസസ് പ്രോപ്പറായി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് എറേഴ്സ് വരുവാൻ പോസിബിലിറ്റി ഉണ്ട്. ഒരു ബിഗ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇത്തരം ഇഷ്യൂസ് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഒരു പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർ എപ്പോഴും സെക്യൂർ ആയിരിക്കണം, സ്കെയിലബിൾ ആയിരിക്കണം, മെയിൻറ്റെയിനബിൾ ആയിരിക്കണം. സോ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിയൽ യൂസേഴ്സിന് വേണ്ടി സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി വൈബ് കോഡിങ്ങിനെ അല്ലെങ്കിൽ AI ടൂൾസിനെ ട്രസ്റ്റ് ചെയ്യുവാൻ സാധിക്കില്ല. ഒരു ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. ബേസിക്കലി നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിനെ കുറിച്ച് കംപ്ലീറ്റ് നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ മാനുവൽ കോഡ് റിവ്യൂസ് ഉണ്ടാകണം, സെക്യൂരിറ്റി ചെക്സ് ഉണ്ടാവണം. വൈബ് കോഡിംഗ് ഒരിക്കലും ഒരു ബാഡ് അപ്രോച്ച് അല്ല. അത് നേരായ രീതിയിൽ യൂസ് ചെയ്താൽ വളരെയധികം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുവാൻ സാധിക്കും. ഒരിക്കലും വൈബ് കോഡിംഗ് ഒരു റീപ്ലേസ്മെൻ്റ് അല്ല. ഇതൊരു സപ്ലിമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ആഡ് ഓൺ ആണ്. നമ്മുടെ ഒരു ഹെൽപ്പറായി മാത്രം ഇത് പ്രവർത്തിക്കുന്നു. കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ അത് റിവ്യൂ ചെയ്യുവാനും
റിഫൈൻ ചെയ്യുവാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാനും ശ്രമിക്കുക. സോ ബേസിക്കലി പ്രോഗ്രാമിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽസ് മനസ്സിലാക്കുക, സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ, സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസ് എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഒരു ആഡ് ഓൺ എന്ന രീതിയിൽ AI ടൂൾസ് യൂസ് ചെയ്യുക. വൈബ് കോഡർ ആകുന്നതിന് വലിയ രീതിയിലുള്ള ടെക്നിക്കൽ നോളജിൻ്റെ ആവശ്യമില്ല. AI ടൂൾസ് അഥവാ LLMs യൂസ് ചെയ്ത് പ്രോപ്പറായി പ്രോംപ്റ്റ് അഥവാ ഇൻപുട്ട് കൊടുത്താൽ കോഡ് ജനറേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ വെൽ ഡിഫൈൻഡ് പ്രോംപ്റ്റ്സ്, അതായത് ക്ലിയർ ആൻഡ് കൺസൈസ് പ്രോംപ്റ്റ് യൂസ് ചെയ്ത് ഔട്ട്പുട്ട് അഥവാ കോഡ് ജനറേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ പ്രോഗ്രാമിംഗ് നോളജിൻ്റെ ആവശ്യമില്ല. നിങ്ങളൊരു വൈബ് കോഡർ ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കുക. അതിനുശേഷം വൈബ് കോഡിങ്ങിലേക്ക് മൂവ് ചെയ്യുക. അതല്ലാതെ ഡയറക്റ്റായി ഒരു വൈബ് കോഡിംഗ് അല്ലെങ്കിൽ വൈബ് കോഡർ ആകുന്നത് ഒരു ശരിയായ ഡിസിഷൻ ആയിരിക്കും എന്ന് തോന്നുന്നില്ല. അങ്ങനെ മൂവ് ചെയ്താലും ആഫ്റ്റർ സം ടൈം ഇത് ഒരുപാട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. തുടക്കത്തിൽ ഫ്രഷേഴ്സ് ഇത് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഔട്ട്പുട്ട് കിട്ടുന്നു വിത്തൗട്ട് നോയിങ് കൺസെപ്റ്റ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കൗതുകവും ഇൻട്രസ്റ്റും തോന്നാം. ഈവൻ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്യുവാനും റൺ ചെയ്യുവാനും അപ്ഡേറ്റ് ചെയ്യുവാനും പ്രയാസമായിരിക്കും. സോ ഇഫ് യു ആർ എ ഫ്രഷർ, I highly recommend not to use vibe coding or don't be a vibe coder if you are a fresher. ഇതിനൊരു എക്സാമ്പിൾ പറയാം. 2 സ്റ്റുഡൻസിനെ എടുക്കാം. ഒരാൾ നന്നായി പെർഫോം ചെയ്യുന്ന ആളും രണ്ടാമത്തെ ആൾ പുവർ പെർഫോമൻസും ആണെന്ന് കരുതുക. എല്ലാ എക്സാമിനും പുവർ പെർഫോമർ ഫസ്റ്റ് സ്റ്റുഡൻറ്റിൽ നിന്നും കോപ്പി ചെയ്താണ് എക്സാം എഴുതുന്നത്. ഇങ്ങനെ എല്ലാ എക്സാംസും കോപ്പി ചെയ്ത് എഴുതുന്നു. സോ അതുകൊണ്ട് തന്നെ പുവർ പെർഫോമർ ബെസ്റ്റ് പെർഫോമറിൻ്റെ അത്രയും തന്നെ മാർക്ക് മേടിക്കുന്നു. എന്നാൽ ഈ മാർക്ക് യൂസ് ചെയ്ത് ഒരു ജോബിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ സെക്കൻഡ് സ്റ്റുഡൻറ്റിന് അവിടെ പെർഫോം ചെയ്യാൻ സാധിക്കില്ല. സോ ഇതുപോലെയാണ് ഫ്രഷേഴ്സ് വൈബ് കോഡിംഗ് യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. സോ ഫോർ എ ലോങ് റൺ അണ്ടർസ്റ്റാൻഡ് ദി സിസ്റ്റം ദെൻ മൂവ് ടു വൈബ് കോഡിംഗ്. സ്റ്റിൽ ഇഫ് യു വാണ്ട് ടു യൂസ് വൈബ് കോഡിംഗ് അത് പേഴ്സണൽ പ്രൊജക്റ്റ് ഓർ പേഴ്സണൽ ടൂൾസ് ബിൽഡ് ചെയ്യുവാൻ യൂസ് ചെയ്യാം. വൈബ് കോഡിംഗ് ഒരു ന്യൂ അപ്രോച്ചാണ്, ഡെവലപ്മെൻറ്റിലെ ഒരു ന്യൂ അപ്രോച്ച്. ഇതൊരിക്കലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ റീപ്ലേസ്മെൻറ്റ് ഫോർ പ്രോഗ്രാമിംഗ് സ്കിൽസ് ആകില്ല. സോ ബേസിക്കലി ഇത്തരം പ്രോഗ്രാമിംഗ് സ്കിൽസ് മനസ്സിലാക്കുക, ദെൻ AI യൂസ് ചെയ്യുക. വൈബ് കോഡിംഗ് എന്താണെന്നും അവയുടെ പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്നും മനസ്സിലായി എന്ന് കരുതുന്നു. So that's all about today's video. Video helpful ആണെങ്കിൽ please consider to subscribe and like the video. Thank you for watching and see you in the next video.